നമസ്കാരം. പ്രിയപ്പെട്ട തൃശ്ശൂക്കാരെ, നിങ്ങൾക്ക് 3 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ നമ്പർ 1, അറിയാവുന്ന മുറി ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഉപയോഗിച്ച് പാർലമെന്റിൽ സ്ഥിരം ബഹളം വയ്ക്കുന്ന, കടലാസുകളൊക്കെ കീറിയെറിയുന്ന, അമിത്ഷായ്ക്കും മോഡിക്കും തൃശ്ശൂരിൽ ഏറ്റവും പേടിയുള്ള ആൾ താനാണ് എന്ന് വീണ്ടും പറയുന്ന, സ്ഥിരം സസ്പെൻഷനിൽ പോകുന്ന ഒരു എംപിയെ നിങ്ങൾക്ക് വീണ്ടും തെരഞ്ഞെടുക്കാം. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഗോ ഫോർ പ്രതാപകാലം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് CPIയുടെ ഒരു ഏക എംപിയെ, പാർലമെന്റിലെ ഏക എംപിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഈ ബാഗ് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞാൽ നോക്കാൻ കൂടെ ഒരു പാർട്ടിക്കാരൻ MP വേറെ ഉണ്ടാവില്ല പാർലമെന്റിൽ. അപ്പൊ അങ്ങനെ ഒരു MPയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത് എങ്കിൽ ഗോ ഫോർ സുനിൽ കുമാർ. അദ്ദേഹത്തെ പേഴ്സണലി എനിക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ലാത്ത ആളാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. സുരേഷ് ഗോപി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ്. ആളുകളുടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണ്. അതിന് എങ്ങനെയെങ്കിലുമൊക്കെ പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു മനസ്സുള്ള മനുഷ്യനാണ് ശ്രീമാൻ സുരേഷ് ഗോപി. മാത്രമല്ല, ഭരണത്തിൽ കയറാൻ സാധ്യതയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം മിനിസ്ട്രിയിൽ നരേന്ദ്രമോദിയായിട്ടും അമിത്ഷായ്ക്കായിട്ടും വളരെ അടുപ്പം പുലർത്തുന്ന ഒരു ആൾ കൂടിയാണ് സുരേഷ് ഗോപി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഗുണവും വികസനവും ഒക്കെ ഉണ്ടാകാൻ, അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ ഏറ്റവും സാധ്യതയുള്ള ആളാണ് ശ്രീമാൻ സുരേഷ് ഗോപി. അപ്പോൾ നമ്മൾ ഈ സന്ദേശം സിനിമയിലെ ശങ്കരാടി പറയുന്നത് പോലെ എല്ലാത്തിനും വിരുദ്ധമാണ് നമ്മളുടെ നിലപാട് എന്നാണ് നിങ്ങൾ ഇനിയും ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഴയ പരിപാടിയായിട്ട് മുന്നിലോട്ട് പോകാം. അല്ല, പ്രാക്ടിക്കൽ ആൻഡ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗോ